ഹലോ നമസ്കാരം, എല്ലാവർക്കും ടെസ്സയുടെ കുഞ്ഞടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അയലക്കറിയാണ്. മാങ്ങയും തക്കാളിയും ഒക്കെ ചേർത്ത് തേങ്ങാപ്പാലിൽ വെക്കുന്ന ഒരു അയലക്കറി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 5 അയിലയാണ്. അത് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു സവോള, പിന്നെ 5-6 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഒരു 3 പച്ചമുളക്, ഒരു മാങ്ങ, ഒരു തക്കാളി, പിന്നെ കുറച്ച് വേപ്പില. പിന്നെ നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഇവിടെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, അരമുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട്, ഈ സവോളയൊന്നും ഒരുപാട് മൊരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിയതാണ് അത്, പിന്നെ നമ്മുടെ വേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മളുടെ മുളകിൻ്റെയൊക്കെ ആ ഒരു അരപ്പില്ല, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മുളകും ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലെടുത്ത് വെച്ചിരുന്നത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മുടെ ആവശ്യത്തിന്, തിക്നെസ് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ചാറിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ മാങ്ങയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി അല്ലെങ്കിൽ മാങ്ങ ഇടുന്നത് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കുടംപുളിയാണെങ്കിലും ചേർക്കാം. ഇപ്പോൾ എനിക്ക് തക്കാളിയും മാങ്ങയൊക്കെ ഇങ്ങനെ മീൻകറിയിലിട്ടത് കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ തക്കാളിയും മാങ്ങയും 2ഉം കൂടെ ചേർക്കുന്നത്. അത്യാവശ്യം പുളിയും ഉണ്ടാകും, നല്ല ടേസ്റ്റുമാണ് അതിന്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴത്തേക്കുമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. ഈ കറി ശരിക്കും പറഞ്ഞാൽ ഇതൊരു അമ്മായിയമ്മ സ്പെഷ്യൽ മീൻ കറിയാണ്. കാരണം ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇങ്ങനെ ചെയ്ത്, ഞാൻ അവിടെയാണ് കൂടുതൽ ഇത് കഴിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചി അത് ചെയ്യുന്നത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനത് ചെയ്ത് നോക്കിയാണിത് അതുപോലെ ശരിയാകുമോ അറിയത്തില്ല, എങ്കിലും നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ അയില കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഇതൊന്നുകൂടെ വേവിക്കാം.
അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വേകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇച്ചിരി നേരം തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇതാക്കാം. അപ്പം നമ്മുടെ ചാറൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ കുറുകി വരും. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് തന്നെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അധിക നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത് ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു 2 വേപ്പില കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.